അപ്പോൾ ബ്രോ പറഞ്ഞു ഒരുപാട് ഗാലക്സീസിനെ വീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഒരു ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ എന്തെങ്കിലും ഉണ്ടോ മൈൻഡിൽ? അത്രക്കും സ്ട്രൈക്കിംഗ് ആയി കണ്ട ആ ഗാലക്സിയിൽ നടക്കുന്ന ഒരു കാര്യം, അതായത് ഏലിയൻ ലൈഫ് ഉണ്ട് എന്ന് ബ്രോ വിശ്വസിക്കുന്നു? ഏലിയൻ ലൈഫ് ഉണ്ട് പോസിബിലിറ്റിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഏലിയൻ ലൈഫ് നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ ഏലിയൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ഭൂമിയിലെ ഏലിയൻസ് ആയിട്ട് നമ്മൾ കോൺടാക്ട് ഉണ്ടെന്നുള്ളത് വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗിൽ ഒരു എക്സോ പ്ലാനറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ പ്ലാനറ്റ് ഭയങ്കര ഫേമസ് ന്യൂസ് ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബയോ ഓർഗാനിസംസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസ് ആണ് അവിടെ നിന്ന് ഈ JWST ഈ ടെലിസ്കോപ്പിന് ഡിറ്റക്ട് ചെയ്തത്. ലിവിങ് ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു തരത്തിലുള്ള ഗ്യാസ്. അപ്പൊ ആ ഗ്യാസ് അവിടെ ഉണ്ടെന്നുള്ളത് ഡിറ്റക്ട് ചെയ്തു. അതിനർത്ഥം നമ്മൾ അവിടെ ഉണ്ടാവുന്നത് ഇന്റലിജന്റ് ആയിട്ടുള്ള ലൈഫ് ബീങ്സ് ആവണമെന്നോ അല്ലെങ്കിൽ നമ്മളെ പോലെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ആൾക്കാരാണോ അങ്ങനെ യാതൊരു ഇതുമില്ല. അല്ലെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന രീതിക്കുള്ള ഏലിയൻസ് ആവണമെന്നോ അങ്ങനെയും ഇല്ല. നമുക്ക് വിചാരിക്കാത്ത രീതിക്കുള്ള സാധനങ്ങളായിരിക്കാം. ഇനി അതന്നെ അതെ അതന്നെ. പിന്നെ ഈ ലൈഫ് ഉണ്ടെന്നുള്ളതിനും ഒരു 100% പ്രൂഫ് പറയുന്നില്ല. അവർ പറയുന്ന കോൺഫിഡൻസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 99.7% ആണ്. അപ്പൊ ഈ 0.3 എന്ന് പറഞ്ഞാലും ഒരു സിഗ്നിഫിക്കന്റ് ആണ്. നമ്മൾ ഈ അത് നമുക്ക് 99.7 100 തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്ക് 100 ആണെന്ന് പറഞ്ഞാൽ ശരിക്കും ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. 99.7 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തിരി ഇതിലായിട്ടാണ് വെക്കുക. കാരണം ഇതിൽ തന്നെ ഈ ലിവിങ് ഓർഗാനിസംസ് ഉണ്ടാക്കുന്ന ഗ്യാസ് ആണ് ഇൻ ജനറൽ. നമ്മുടെ ഭൂമിയിലൊക്കെ ആ ഗ്യാസ് അങ്ങനെയാണ് ആ ഗ്യാസ് കണ്ടിട്ടുള്ളൂ. അല്ലാതെ വേറെ രീതിക്കൊന്നും അത് പ്രൊഡക്ഷൻ കണ്ടിട്ടില്ല. പക്ഷെ പിന്നീട് എപ്പോഴും ഒരു പോസിബിലിറ്റിയും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മീറ്റോറൈറ്റ്സ്, അതായത് മറ്റേ ഉൽക്കകളുണ്ടല്ലോ, ഉൽക്കകളിൽ അങ്ങനെ ലൈഫ് ഓർഗാനിസംസ് ഒന്നുമില്ല. പക്ഷെ ഏതൊരു ഉൽക്കയിലും ഈ ഗ്യാസിന്റെ പ്രസൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉൽക്കയിൽ ഇതുണ്ടെങ്കിൽ അല്ല, ഭൂമിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന ഒരു ഉൽക്കയിൽ, അപ്പൊ ഒരു ഉൽക്കയിലും ഈ ഗ്യാസിന്റെ പ്രസൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഉൽക്കയിലെ ലൈഫില്ല നമുക്കറിയാം. കാരണം ഉൽക്ക കുറച്ചും കൂടെ അടുത്ത് പോയതാണ്. അപ്പൊ നമുക്ക് ധാരണയുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് അവിടെ അങ്ങനെ ഉണ്ടായ സ്ഥിതിക്ക് ഇവിടെയും വേറെ രീതിയിൽ ഇരിക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഇതും കൂടി ഉണ്ടാവും. പിന്നെ വേറെ കാര്യം വെച്ചാൽ ആ 99.7% എന്ന് പറഞ്ഞാൽ ലൈഫ് ഉണ്ടാവാനുള്ള ഡിറ്റക്ഷൻ അല്ല, ആ ഗ്യാസ് അവിടെ ഉണ്ടാവാനുള്ള ഗ്യാസിന്റെ പ്രോബിലിറ്റി ആണ്. അതെ, അതിനേക്കാളും കുറവായിരിക്കും. ഗ്യാസ് അവിടെ ഉണ്ടെന്ന് അവർക്കറിയാം. പക്ഷെ ഗ്യാസ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് അവരിപ്പോഴും